Cryptovert Capital Malayalamത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരു കിടിലം ബുള്ളറ്റ് പ്രൂഫ് ക്രിപ്റ്റോ പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. എന്നാൽ അതിൻ്റെ എക്സിക്യൂഷൻ സമയത്ത് നമുക്ക് തെറ്റുപറ്റാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ക്രിപ്റ്റോയിൽ കോമൺ ആയി കണ്ടുവരുന്ന ഒരു 10 മിസ്റ്റേക്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സ്ട്രാറ്റജി ഈസ് വെരി ലോങ് ടേം. അതുകൊണ്ട് അതിൻ്റെ ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷന് ഒരു മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ് ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം മിസ്റ്റേക്കുകൾ നമ്മൾ ഡെഫിനറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അതെന്തൊക്കെയാണെന്ന് അറിയുന്നതിനായി ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ അലോങ് വിത്ത് മീ ഫെബിനാറ്റോസ്. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. നമ്മളൊരു ക്രിപ്റ്റോ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ കോമൺലി കണ്ടുവരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പലരും ആവർത്തിച്ച് കുറേയധികം കാശ് നഷ്ടപ്പെടുത്തിയ തരത്തിലുള്ള 10 മിസ്റ്റേക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഒട്ടും സമയം കളയാതെ ലെറ്റ് us സ്റ്റാർട്ട്. ഒന്നാമത്തെ മിസ്റ്റേക്ക്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്ലിയർ സ്ട്രാറ്റജി ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എത്ര എമൗണ്ട് ചിലവാക്കണമെന്നോ എത്ര എമൗണ്ട് ഒരു റിസ്കി ആയിട്ടുള്ള അസറ്റിൽ ഇടണമെന്നോ എപ്പോൾ വിഡ്രോ ചെയ്യണമെന്നോ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ തോന്നിയ പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇതാണ് ഒന്നാമത്തെ മിസ്റ്റേക്ക്. കാരണം ചിലപ്പോൾ ബുൾ റൺ വരും, ചിലപ്പോൾ ചില കോയിനുകൾ ഹൈപ്പ് കാണും, അതൊക്കെ കണ്ട് ഓടിപ്പോയി നമ്മൾ അതിൽ ചാടും. വെരി കോമൺ മിസ്റ്റേക്ക്. അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. ഒരു കറക്റ്റ് പോർട്ട്ഫോളിയോ സ്ട്രാറ്റജി എന്തായിരിക്കണമെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ കണ്ടു. അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് വാച്ച് CCM 2005 എന്നുള്ള വീഡിയോ. അതിൽ ഒരു ഐഡിയൽ പോർട്ട്ഫോളിയോ കോമ്പിനേഷൻ എന്താണെന്നുള്ളത് നമ്മൾ വൃത്തിയായിട്ട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു ബേസ് ലൈൻ കിട്ടാനായിട്ട് സഹായിക്കും. പിന്നെ നിങ്ങളുടെ റിസ്ക്കും നിങ്ങളുടെ കേപ്പബിലിറ്റി അനുസരിച്ച് അത് കസ്റ്റമൈസ് ചെയ്തെടുത്താൽ മതി. പക്ഷേ പറഞ്ഞു വരുന്നത് നമുക്കൊരു ക്ലിയർ സ്ട്രാറ്റജി വേണം. രണ്ടാമത്തത്, സിംപ്ലി ഫോളോയിങ് യുവർ സോ കോൾഡ് ഇൻഫ്ലുവൻസർ. അതായത് സ്വന്തമായിട്ട് റിസർച്ച് നടത്തുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ഇൻഫ്ലുവൻസർ, അതായത് നിങ്ങളുടെ ക്രിപ്റ്റോ ഗുരു അല്ലെങ്കിൽ ക്രിപ്റ്റോ മാസ്റ്റർ പറയുന്നത് കേട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി, അത് വി ഷുഡ് അവോയ്ഡ്. ആര് എന്തോ പറഞ്ഞോട്ടെ, പക്ഷേ നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യണം. കാരണം നിങ്ങളുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്, നിങ്ങളുടെ റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഡിഫറെൻ്റ് ആണ്, നിങ്ങൾക്കത് ഹോൾഡ് ചെയ്യാൻ എത്രത്തോളം ഹോൾഡ് ചെയ്യാം എന്നുള്ള ടൈം ഫ്രെയിം ഡിഫറെൻ്റ് ആണ്. കാരണം നമ്മൾ എല്ലാവരും ജീവിക്കുന്നത് ഡിഫറെൻറ്റ് സാഹചര്യത്തിലാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ചുറ്റുപാടും അല്ലെങ്കിൽ എൻ്റെ അവയർനെസ്സും വെച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് 100% കറക്റ്റായിട്ട് വരില്ല, യാതൊരു കാരണവശാലും വരില്ല. അപ്പൊ ഇത് ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഒരു ബേസ് ലൈൻ ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് എങ്ങനെ റിസർച്ച് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴായിട്ടും ഇതുവരെ പ്രാക്ടിക്കൽ സെഷൻസിൽ കിടക്കാതെ തിയറിയുടെ പിന്നിൽ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്. അതുകൊണ്ടാണ് എന്തൊക്കെയാണ് ഒരു നല്ല കോയിന്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു വീഡിയോ ചെയ്തത്. ഇതുപോലത്തെ എങ്ങനെ റിസർച്ച് ചെയ്യണം എന്നുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ യു ഷുഡ് ഡു യുവർ ഓൺ റിസർച്ച്. എന്നിട്ട് നിങ്ങളുടെ റിസ്കിനനുസരിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കണം. ഒരു കോയിൻ പോയാൽ 100 കോയിൻസ് ഉണ്ടാവും. പുതിയ പുതിയ കോയിനുകളും പുതിയ പുതിയ നെറേറ്റീവുകളും ഇഷ്ടം പോലെ മാർക്കറ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ 1-2 കോയിനുകൾ ആരെങ്കിലും പറയുന്നത് കേട്ട് ചാടിക്കയറി മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. 100% നിങ്ങൾ കൺവിൻസിങ് ആയിട്ടുള്ള കോയിനുകളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. കാരണം ചിലപ്പോൾ ഞാൻ പറയുന്ന ഒരു കോയിൻസ് ചിലപ്പോൾ ഞാനൊരു 6 മാസം 8 മാസത്തേക്ക് കണക്കാക്കിയിട്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരു അടുത്ത ബുൾ റണ്ണ് വരുമ്പോൾ കിട്ടുന്ന റിട്ടേൺസ് വെച്ചിട്ടായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങളുടെ എക്സ്പെക്ടേഷൻ ചിലപ്പോൾ ഇപ്പോൾ കയറിയിട്ട് ഒരു 3 മാസം കൊണ്ട് കിട്ടണമെന്നായിരിക്കും. അപ്പോൾ ഡെഫിനറ്റ്ലി അടുത്ത 3 മാസത്തിലൊരു ഡൗൺ ടേൺ വരും. കാരണം യൂഷ്വലി ബിറ്റ് കോയിൻ ഹാവിങ്ങിന് മുമ്പ് ഇത് താഴാറുണ്ട്. അങ്ങനെയായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും യു ലൂസ് മണി എന്ന് പറയും. അതുകൊണ്ട് നെവർ എവർ ഫോളോ യുവർ ഇൻഫ്ലുവൻസർ ബ്ലൈൻഡ്ലി. ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് ഒരു ലീഡായിട്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക. മൂന്നാമത്തെ സ്ട്രാറ്റജി, എൻ്ററിങ് ഇൻ ടു ദ റോങ് ടൈം. നമ്മുടെ പല ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന ഒരു ഇതാണ് SIP. ക്രിപ്റ്റോയിൽ
സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്താൽ മതി എന്നുള്ളത്. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ക്രിപ്റ്റോ മാർക്കറ്റ് സൈക്കിൾസ്, അതായത് ക്രിപ്റ്റോ സീസൺസ് എന്താണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ നമ്മൾ തെറ്റായിട്ടുള്ള സീസണിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും തോറും അത് കുറഞ്ഞു വരികയുള്ളൂ. സോ എൻ്ററിങ് അറ്റ് ദ റോങ് ടൈം ഈസ് എ ബിഗ് മിസ്റ്റേക്ക് മെനി പീപ്പിൾ ഡു. കാരണം എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന SIP എല്ലാ മാസവും കുറച്ച് മേടിക്കും. പക്ഷെ എപ്പോ നമ്മൾ പറഞ്ഞു ഒരു 2 സീസണിൽ നമ്മൾ കണ്ടു ക്രിപ്റ്റോ ബുൾ മാർക്കറ്റ് താഴത്തേക്കേ വരുള്ളൂ എന്നുള്ളത്. ആ സമയത്ത് നിങ്ങൾ SIP ചെയ്യുന്നത് മണ്ടത്തരമാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലീസ് വാച്ച്. ഒരു ബുൾ മാർക്കറ്റിന്റെ 4 സ്റ്റേജസ് എന്നുള്ള എൻ്റെ വീഡിയോ ഉണ്ട്. അത് കണ്ടിട്ട് ഏതൊക്കെയാണ് ക്രിപ്റ്റോ സീസൺസ് എന്ന് മനസ്സിലാക്കൂ. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള ടൈമിൽ SIP തുടങ്ങും. ദാറ്റ് ഷുഡ് ബി ദ ഐഡിയൽ സ്ട്രാറ്റജി. I mean, again, don't follow me. Don't blindly follow me. Do your own research. Previous bull cycles എടുത്ത് അനലൈസ് ചെയ്തിട്ട് കറക്റ്റ് ടൈമിൽ SIP ചെയ്താൽ അതൊരു ഗുഡ് സ്ട്രാറ്റജിയാണ്. കഴിഞ്ഞ ബുൾ സൈക്കിളുകളിൽ നിന്നും ഇതിൻ്റെ ഒരു മാർക്കറ്റ് മെക്കാനിക്സുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ഒരു ടൈം ഫ്രെയിം വേണം. എപ്പോൾ SIP ചെയ്യണം, എപ്പോൾ SIP ചെയ്യരുത് എന്നുള്ള ഒരു അവയർനെസ് വേണം. സാധാരണ ആൾക്കാർ SIP എന്ന് പറഞ്ഞ് ക്രിപ്റ്റോ ഡൗൺവേർഡ് പോകുന്ന സമയത്ത് കയറും. SIP ചെയ്ത് അവസാനം അടിയിലെത്തുമ്പോഴേക്കും നമ്മൾ ക്ഷമ നശിക്കും, ഇത് വർക്കാവില്ല എന്ന് പറയും, നമ്മൾ ക്രിപ്റ്റോയിൽ എക്സിറ്റ് ചെയ്യും. ആൻഡ് ദെൻ സ്റ്റാർട്ട് ദ ആക്ച്വൽ ബുൾ റൺ. സോ വി വിൽ മിസ് ദ ഓപ്പർച്യൂണിറ്റി. സോ ടൈമിംഗ്, ട്രൈ ടു ലേൺ ആൻഡ് ദെൻ ട്രൈ ടു ഡു SIP. 4ാമത്തെ മിസ്റ്റേക്ക്, കൺഫർമേഷൻ ബയാസ്. നമുക്ക് ഏതെങ്കിലും ഒരു ക്രിപ്റ്റോയോട് ഒരു അഭിനിവേശം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ അതിൽ കണ്ടുപിടിക്കാനുള്ള ശ്രമം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷിബായിന്, അത് ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് അത് കഴിഞ്ഞ പോലത്തെ ഒരു റിട്ടേൺസ് തരില്ല, എന്തുകൊണ്ട് അത് $1 ആവില്ല, $1 ആവില്ല എന്ന് പറഞ്ഞപ്പോൾ there were some feedback. ഷിബായിനുവിന് ഷിബേരിയും വരുന്നുണ്ട്, അതിന് ബേണിംഗ് മെക്കാനിസം ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ എങ്കിലും അത് അവിടെ എത്താനുള്ള സാധ്യതയുണ്ടോ എന്ന് നമ്മളുടെ ഒരു ഇത് മാറ്റി വെച്ചിട്ട് ചിന്തിക്കണം. എൻ്റെ അടുത്ത് ഷിബായിനു കോയിൻ ഉള്ളത് കൊണ്ട് അത് നന്നാവണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പക്ഷെ അതിൻ്റെ മറ്റേ സൈഡും കൂടി ചിന്തിക്കാനുള്ളൊരു കേപ്പബിലിറ്റി വേണം. അത് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാത്രമേ സംഭവിക്കുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രം നമ്മൾ വായിക്കുന്ന എല്ലാത്തിനും തിരഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം മാറ്റണം. ഡെഫിനറ്റ്ലി എന്തുകൊണ്ടത് സംഭവിക്കില്ല എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ലോജിക്കലി ചിന്തിച്ച് അതിൻ്റെ ആൻസറും എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളതും കമ്പയർ ചെയ്തിട്ട് വേണം ഒരു കൺക്ലൂഷനിലെത്താൻ. ഇതിനെയാണ് നമ്മൾ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത്. വലിയൊരു മിസ്റ്റേക്കാണത്. കാരണം നമ്മുടെ ഇതൊരു കോയിൻ മേടിച്ച് നമ്മൾ സൂക്ഷിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അത് മേലേക്ക് പോകാനുള്ള കാര്യങ്ങളെ നമ്മൾ നോക്കുകയുള്ളൂ. പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ലുക്ക് അറ്റ് ദ ഓപ്പോസിറ്റ് സൈഡ് ആസ് വെൽ. ക്രിപ്റ്റോ ഇൻവെസ്റ്റിംഗ് രംഗത്ത് സാധാരണക്കാർ വരുത്തുന്ന പ്രധാനപ്പെട്ട 4 മിസ്റ്റേക്കുകൾ നമ്മൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 5 തൊട്ട് 10 വരെയുള്ള മിസ്റ്റേക്കുകൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ തുടർന്ന് ചെയ്യുന്നതായിരിക്കും. ഇതുവരെയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, എന്തുകൊണ്ട് ഇത്തരം മിസ്റ്റേക്കുകൾ കോമൺ ആണ്, എന്തുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്. ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ എഴുതാനും മറക്കരുത്.